നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്, നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ ഇടുകയും അരുത്, അവ കാൽകൊണ്ട് അവയെ ചവിട്ടിക്കളയുകയും തിരിഞ്ഞ് നിങ്ങളെ ചീന്തിക്കളയുകയും ചെയ്യാൻ ഇട വരരുത്. വിശുദ്ധമായത് നായ്ക്കൾക്കും പന്നികൾക്കും കൊടുക്കരുത് എന്നുള്ളത് നായ്ക്കൾക്കും പന്നികൾക്കും ഏതുവിധ ഭക്ഷണമാണ് കൊടുക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന കാര്യമല്ല. മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത് എന്ന പഴയ നിയമത്തിലെ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് പൗലോസ് ചോദിക്കുന്നത് ദൈവം കാളയ്ക്ക് വേണ്ടിയാണോ ഇത് എഴുതിയിരിക്കുന്നതെന്നാണ്. ഇവിടെ വിശുദ്ധമായതും മുത്തുകളെ പോലുള്ളതും ദൈവവചനമാണ്. അവ ചവിട്ടിക്കളയുന്നവർക്ക് കൊടുക്കരുത്. സുവിശേഷം സകല ജാതികളോടും ലോക അവസാനം വരെ പ്രസംഗിക്കേണ്ടതാണ് എന്നുള്ളത് സത്യമാണ്. എങ്കിലും സുവിശേഷത്തിന്റെ മഹത്വം മനസ്സിലാക്കാതെ തെറ്റിദ്ധരിച്ചിരിക്കുകയും മുൻവിധികളോടുകൂടെ അത് പ്രഘോഷിക്കുന്നവരെ ഉപദ്രവിക്കാൻ ഒരുങ്ങിയിരിക്കുകയും ചെയ്യുന്നവരെ പ്രകോപിപ്പിച്ച് അത് അറിയിക്കേണ്ടതായിട്ടില്ല. പരസ്യ ശുശ്രൂഷക്കാലത്ത് യേശു ശിഷ്യരെ ഇരണ്ടായി ദൈവരാജ്യം പ്രസംഗിക്കാൻ അയച്ചപ്പോൾ നിർദ്ദേശിച്ചത് ഏതെങ്കിലും പട്ടണത്തിൽ ആരെങ്കിലും നിങ്ങളെ സ്വീകരിക്കാതിരിക്കുകയോ ഓടിക്കുകയോ ചെയ്താൽ അടുത്ത പട്ടണത്തിലേക്ക് ഓടിപ്പോയിക്കൊള്ളുക എന്നാണ്. അതേ തത്വമാണ് ഇവിടെയും പറയുന്നത്. നായ് സ്വന്തം ശ്രദ്ധയ്ക്ക് തിരിയുന്നതും പന്നി കുളിച്ചിട്ട് വീണ്ടും ചെളിയിലേക്ക് തിരിയുന്നതുമാണ്. അത് പത്രോസിന്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. നായ്ക്കളെപ്പോലെ സ്വഭാവമുള്ള ചില മനുഷ്യർ സുവിശേഷം കേട്ട് ചില പാപമൊക്കെ ഉപേക്ഷിച്ചെന്ന് വരാം. എന്നാൽ അവർ താമസിയാതെ ആ പാപത്തെ വീണ്ടും സ്നേഹിച്ച് പന്നിയുടെ സ്വഭാവം കാണിക്കും. സുവിശേഷം കേട്ട് അതിലാകർഷരായി ചില ആളുകൾ സ്നാനപ്പെടാൻ പോലും തയ്യാറാകും. കാരണം യോഹന്നാൻ ശാപകൻ തന്റെ അടുക്ക് സ്നാനപ്പെടാൻ വന്നവരെ വിളിച്ചത് സർപ്പസന്തതികളെ എന്നാണ്. കാരണം അവരുടെ ഹൃദയത്തിൽ ഒരു മാനസാന്തരമൊന്നും ഇല്ലായിരുന്നു. അതായത് അക്കാലത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് സ്നാനപ്പെടുന്നതായിരുന്നു. അതുകൊണ്ട് അവര് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി ഞങ്ങളും മനസാന്തരപ്പെട്ടു എന്ന് വരുത്താൻ വേണ്ടിയാണ് സ്നാനപ്പെടാൻ വന്നത്. അങ്ങനെയുള്ളവരെ സ്നാനപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും അവര് അവസരം കിട്ടുമ്പോൾ പാപം ചെയ്യും. കാരണം അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല. ദൈവാത്മാ അവരിൽ ഇല്ലല്ലോ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ചവിട്ടിക്കളയുന്ന പന്നിയെപ്പോലുള്ള ആളുകൾക്ക് അവരുടെ മുമ്പാകെ നിങ്ങൾ ഈ മുത്തിടരുത്, നിങ്ങൾ അവരുടെ മുമ്പാകെ ഇത് പ്രസംഗിച്ചിട്ട് കാര്യമില്ല എന്നാണ്. നമ്മളിവിടെ വായിച്ചത് പന്നിയുടെ മുമ്പാകെ മുത്തിടരുത്, അവ കാൽകൊണ്ട് അവയെ ചവിട്ടിക്കളയുകയും തിരിഞ്ഞ് നിങ്ങളെ ചിന്തിക്കളയുകയും ചെയ്യാൻ ഇടവരരുതെന്നാണ്. അപ്പോ പന്നിക്ക് മുത്തിന്റെ വില അറിഞ്ഞുകൂടാ. പന്നിയുടെ മുമ്പാകെ നമ്മൾ മുത്തിട്ടാൽ ഈ മുത്ത് കണ്ട് തിന്നാൻ കൊള്ളുന്ന സാധനമാണെന്ന് വിചാരിച്ച് അത് ചിലപ്പം എടുത്ത് കടിച്ചു എന്ന് വരാം. പക്ഷേ തിന്നാൻ കൊള്ളുന്ന അല്ലെന്ന് മനസ്സിലാക്കി അത് ചവിട്ടിക്കളയുക മാത്രമല്ല, അതിട്ടയാളെ ചിന്തിക്കളയാനായിട്ട് ശ്രമിക്കും. ഇതാണ്. അതായത് ഓരോ നാട്ടിലും ഓരോ സന്ദർശനകാലമുണ്ട്. പൗലോസ് ആസിയയിൽ വചനം പ്രസംഗിക്കാൻ ചെന്നപ്പോൾ പാടില്ല, ആസിയയിൽ വചനം പ്രസംഗിക്കരുതെന്ന് കർത്താവ് പറഞ്ഞു. സമയമായില്ല, വിധുന്യയിൽ ആയില്ല. അപ്പോഴാണ് മക്കദോന്യയ്ക്ക് പോകാനൊരു വിളിയുണ്ടായത്. ഓരോ കാലത്തിനും ഓരോ സന്ദർശനകാലമുണ്ട്. യെരൂശലേമിനെ കുറിച്ച് പറഞ്ഞു, സന്ദർശനകാലം നീ അറിയായികയാൽ ശത്രുക്കൾ നിനക്ക് ചുറ്റും മാടകോരി നിന്നെ നിന്റെ മക്കളെയും നശിപ്പിക്കുക. അപ്പൊ സന്ദർശന കാലത്താണ്. യഹോവയെ കണ്ടെത്താവുന്ന കാലത്ത് അവനെ അന്വേഷിക്കുക, അവൻ അടുത്തിരിക്കുമ്പോൾ വിളിച്ചപേക്ഷിക്കാന്നാണ്. അപ്പൊ ദൈവം ആളുകൾക്ക് ഒരു അനുതാപവും മാനസാന്തരവും ഒക്കെ നൽകുന്ന സമയത്ത് വേണം നല്ല നിലത്ത് വീണ വിത്ത് പോലെ ദൈവവചനം അറിയിക്കേണ്ടത്. അല്ലാതെ നമ്മളെ ചിന്തിക്കളയാനായിട്ടിരിക്കുന്ന ചെന്നായ്ക്കളെ പോലുള്ള പന്നികളെ പോലെയുള്ള ആളുകളുടെ അടുത്തേക്ക് നമ്മൾ സുവിശേഷവുമായിട്ട് പോകുന്നതിന് അർത്ഥമില്ല എന്നാണ്. ബാബേലിലെത്തിയ ഇസ്രായേലിനോട് കിന്നരങ്ങൾ ഉപയോഗിച്ച് യഹോവയുടെ ഗീതം പാടാൻ ബാബേൽക്കാർ ആവശ്യപ്പെട്ടു. അത് യഹോവയെ സ്തുതിക്കാനും സ്തോത്രം ചെയ്യാനും യഹോവയുടെ മഹത്വം അറിയാനും ആയിരുന്നില്ല, യഹോവയെ നിന്ദിക്കാനായിരുന്നു. ഒപ്പം ഇസ്രായേൽ മക്കളെയും നിന്ദിക്കാനായിരുന്നു. നിങ്ങളുടെ ദൈവത്തിന് നിങ്ങളെ
ഇസ്രായേലിൽ സൂക്ഷിക്കാൻ പറ്റിയില്ലല്ലോ, ഞങ്ങളുടെ നാട്ടിൽ വരേണ്ടി വന്നല്ലോ എന്ന് പറഞ്ഞ് നിന്ദിക്കാനായിരുന്നു. പക്ഷെ ഇസ്രായേൽക്കാർ പറഞ്ഞു, യഹോവയുടെ ഗീതം ഞങ്ങൾ അന്യദേശത്ത് പാടുകയില്ല. ഞങ്ങളുടെ നാവ് ഞങ്ങൾ അങ്ങനെ പാടിയാൽ ഞങ്ങളുടെ നാവ് എണ്ണാക്കോട് പറ്റും, ഞങ്ങളുടെ കൈ തളർന്നു പോകും. അതുകൊണ്ട് ഇത് നിന്ദിക്കാനായിട്ട് താല്പര്യപ്പെടുന്ന ആളുകളുടെ മുമ്പാകെ പാടാനുള്ളതല്ല സങ്കീർത്തനങ്ങൾ അല്ലെങ്കിൽ യഹോവയുടെ ഗീതം എന്നാണ് അവര് ധൈര്യത്തോടു കൂടെ പറഞ്ഞത്. പ്രിയപ്പെട്ടവർ, ഈ പാഠം തീർച്ചയായിട്ടും നമുക്കും പഠിക്കാൻ ആവശ്യമുണ്ട്. വയല് കൊയ്ത്തിന് പാകമാകുമ്പോഴാണ് അരിവാൾ പ്രയോഗിക്കേണ്ടത്. അതുകൊണ്ട് ഓരോ വീടിൻ്റെയും നാടിൻ്റെയും സന്ദർശനകാലത്ത് ദൈവവചനവുമായി ചെല്ലുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ വാക്കുകളെ നിന്ദിക്കുന്ന പരിഹസിക്കുന്ന ആളുകളുടെ മുമ്പാകെ സമയം കളയുവാൻ നമുക്ക് ഇടയാകരുത്. അതാണ് ശിഷ്യന്മാർക്ക് കർത്താവ് നൽകിയ ആ നിർദ്ദേശം. അത് പാലിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം